നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് സൗദി ഇറങ്ങി. ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ നിർത്തരുത്, കരയുദ്ധമെങ്കിൽ കരയുദ്ധം, ഞങ്ങൾ തയ്യാറെന്ന് സൗദി അറേബ്യ പറയുന്നു. ഇറാനെതിരെ യുദ്ധത്തിന് UAE അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വരുന്ന അപൂർവ കാഴ്ചയാണ് യുദ്ധം കൂടുതൽ കടുപ്പമുള്ളതാക്കുമെന്ന് ലോകത്തെ ഭയപ്പെടുത്തുന്നത്. ഇറാനെതിരെയുള്ള സൈനിക നീക്കം തുടരണമെന്ന് ട്രംപിനോട് സൗദി അറേബ്യ ആവശ്യപ്പെടുന്നു. മേഖല പുനർനിർമ്മിക്കാനുള്ള ഒരു നിർണായക നിമിഷമാണിത്. ഇറാനെതിരെയുള്ള ആക്രമണം തുടരണമെന്ന സൗദിയും UAEയും നിലപാട് കടുപ്പിച്ചതോടെ അമേരിക്ക കൂടുതൽ ശക്തമായ യുദ്ധതലങ്ങളിലേക്ക് കടക്കുന്നു. സംഘർഷം 4ാമത്തെ ആഴ്ച പിന്നിടുമ്പോൾ ഇറാനുമായി ഒരു താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഇക്കഴിഞ്ഞ ദിവസം ട്രംപ് രംഗത്തെത്തിയിരുന്നു. എന്നാൽ അതിനു പിന്നാലെ ഇറാൻ അതിരൂക്ഷമായ ആക്രമണം ഇസ്രായേലിന് നേർക്ക് നടത്തി, ഒപ്പം ഗൾഫ് രാജ്യങ്ങൾക്കും. ഇതോടെ ട്രംപ് തൻ്റെ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞു. ഇറാനെതിരെ അതിശക്തമായ ആക്രമണങ്ങളാണ് പിന്നീട് അമേരിക്കയും ഇസ്രായേലും ചേർത്ത് തുടർന്നത്. സൗദി കിരീടാവകാശിയാണ് ട്രംപിനോട് കടുത്ത നിലപാട് തുടരാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ ഇറാന്റെ സ്വാധീനം തകർക്കാനുള്ള നിർണായക നിമിഷമെന്നാണ് ഇതിനെ സൗദി അറേബ്യ വിശേഷിപ്പിക്കുന്നത്. ഇറാൻ ദീർഘകാലമായി ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഭീഷണി മുഴക്കുന്നു. നിലവിലെ സർക്കാരിനെ ഒഴിവാക്കി മാത്രമേ ഈ ഭീഷണി നേരിടാൻ കഴിയൂ എന്ന് സൗദി അറേബ്യ തുറന്നു പറഞ്ഞു. നേരത്തെ സംഘർഷത്തിനെതിരായ നിലപാടായിരുന്നു സൗദി അറേബ്യ സ്വീകരിച്ചത്. എന്നാൽ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ രൂക്ഷമായ ആക്രമണങ്ങൾ സൗദിയെ ചൊടിപ്പിച്ചിരിക്കുന്നു. US ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഇറാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ അതിശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ തുടർന്നത് സൗദിയെ ചൊടിപ്പിച്ചു. എണ്ണ വിതരണം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്ക് നേരെയായിരുന്നു ഇറാന്റെ ആക്രമണം. ഹോർമിസ് കടലിടുക്കിൽ കടുത്ത നിലപാട് ഇറാൻ സ്വീകരിച്ചത് സൗദി, UAE, കുവൈറ്റ് അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളെ ബാധിച്ചു. യുദ്ധത്തിൽ നിന്ന് പെട്ടെന്ന് പിന്തിരിഞ്ഞാൽ ഇറാൻ ഹോർമിസ് കടലിടുക്കിലുള്ള തങ്ങളുടെ നിയന്ത്രണം തുടരുമെന്ന ഭയം സൗദി അറേബ്യയ്ക്കുണ്ട്. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ അടക്കം ആക്രമിച്ച് തകർക്കണമെന്ന നിലപാടാണ് സൗദി അറേബ്യ സ്വീകരിച്ചിരിക്കുന്നത്. ഇറാൻ ഭരണകൂടത്തെ ദുർബലപ്പെടുത്താൻ കരമാർഗമുള്ള സൈനിക നീക്കങ്ങളും തുടങ്ങണമെന്ന് സൗദി പറയുന്നു. 5 ദിവസ യുദ്ധവിരാമ പ്രഖ്യാപനം വെറും തന്ത്രം മാത്രമായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ ട്രംപിന്റെ ഓരോ നീക്കങ്ങളും. പശ്ചിമേഷ്യയിൽ കൂടുതൽ സൈനിക വിന്യാസം ഇപ്പോൾ US ശക്തമാക്കി. സേനയുടെ എലീറ്റ് വിഭാഗമായ 82ാം എയർബോൺ ഡിവിഷനിൽ നിന്ന് ആയിരക്കണക്കിന് സൈനികരെ മേഖലയിലേക്ക് അമേരിക്ക അയക്കുന്നു. USS ബോക്സർ എന്ന ആക്രമണ കപ്പലും അനുബന്ധ യുദ്ധക്കപ്പലുകളുമൊക്കെ മേഖലയിലേക്ക് തിരിച്ചു കഴിഞ്ഞു. 5 ദിവസം വെടിനിർത്തൽ അമേരിക്കൻ തന്ത്രമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞാവാം ഒരുപക്ഷെ ഇറാൻ കൂടുതൽ ശക്തമായ ആക്രമണങ്ങളിലേക്ക് കടന്നത്. അതാവട്ടെ ഇറാനെ തച്ച് തകർക്കുന്ന പ്രത്യാക്രമണങ്ങൾക്ക് തുടക്കവുമായി. ലോകത്തെവിടെയും 18 മണിക്കൂറിനുള്ളിൽ എത്തിച്ചേരാൻ ശേഷിയുള്ള ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഫോഴ്സ് കൂടി ഇപ്പോൾ ഇറാനെതിരെ ചേർന്നിരിക്കുന്നു. ഇറാനുമേൽ അമേരിക്കൻ പിടിമുറുക്കം ശക്തമാക്കുന്ന ഒരു വശത്ത്, മറുവശത്ത് അമേരിക്ക വിശാലമായ ചർച്ചകൾക്ക് വാതിൽ തുറന്നിടുന്നു. ദ്വിമുഖ തന്ത്രമാണ് അമേരിക്ക പയറ്റുന്നത്. ഒന്നുകിൽ ചർച്ചകളിലൂടെ ഇറാനെ തങ്ങളുടെ കാൽക്കീഴിലെത്തിക്കുക, അല്ലെങ്കിൽ ആക്രമിച്ച് തീർക്കുക. 1970-കൾക്ക് ശേഷമുള്ള ഏറ്റവും വലിയ ഇന്ധന പ്രതിസന്ധിയാണ് ലോകം നേരിടുന്നത്. ഇത് അമേരിക്കയ്ക്ക് മേൽ ഉയർത്തുന്ന സമ്മർദ്ദം ചെറുതല്ല. എങ്കിലും ഗൾഫ് രാജ്യങ്ങളുടെ പൂർണ്ണ പിന്തുണയാണ് ഇപ്പോൾ ഇറാനെ ആക്രമിക്കുന്നതിൽ അമേരിക്ക നേടിയിരിക്കുന്നത്. ഇറാന്റെ കാർഗ് ദ്വീപിന് നേർക്ക് ഒരാഴ്ച മുൻപ് ഇസ്രായേൽ അതിശക്തമായ വ്യോമാക്രമണം നടത്തിയിരുന്നു. കാർഗ് ദ്വീപ് എപ്പോൾ വേണമെങ്കിലും കൈയടക്കാം എന്ന സ്ഥിതിയിലാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ കരസേന വിഭാഗം ആദ്യം ചുവടുറപ്പിക്കുന്നത് കാർഗ് ദ്വീപിലായിരിക്കും എന്ന വാർത്തകൾ ഏറെക്കുറെ ശരിവയ്ക്കുന്നു പാശ്ചാത്യ മാധ്യമങ്ങൾ. ഇസ്രായേലിനെയും അമേരിക്കയും ചൊടിപ്പിക്കുന്ന നിരവധി തീരുമാനങ്ങൾ ഇതിനിടയിൽ ഇറാൻ കൈക്കൊള്ളുന്നു. ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ സുരക്ഷാ മേധാവി അലി ലാരിജാനിയുടെ പിൻഗാമിയെ പ്രഖ്യാപിച്ചു. ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറിയായ മുഹമ്മദ് ബാഗർ സൊൽഖാദിറിനെയാണ് നിയമിച്ചിരിക്കുന്നത്. അലി ലാരിജാനി കൊല്ലപ്പെട്ട ദിവസങ്ങൾക്കുള്ളിലാണ് ഇറാൻ അദ്ദേഹത്തെ പിൻഗാമിയായി പ്രഖ്യാപിക്കുന്നത്. IRGCയുടെ മുൻ കമാൻഡറായിരുന്നു മുഹമ്മദ് ബാഗർ. നിലവിൽ ഇറാൻ കാര്യനിർവഹണ കൗൺസിലിൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്നു. ഇപ്പോഴിതാ ഗൾഫിൽ നിന്ന് നടുക്കുന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. ഇറാൻ ബഹ്റിനിൽ മിസൈൽ ആക്രമണം നടത്തിയെന്ന വാർത്തകൾ. UAE ബഹ്റിൻ സംയുക്ത സേനയ്ക്ക് നേരെയായിരുന്നു ഇറാന്റെ ആക്രമണം.
ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു, 5 UAE സൈനികർക്ക് പരിക്കേറ്റു, ചിലരുടെ നില ഗുരുതരം. എന്നാൽ 24 മണിക്കൂറിനുള്ളിൽ കുവൈറ്റ് വ്യോമപരിധിയിലേക്ക് 17 ബാലിസ്റ്റിക് മിസൈലുകളും 13 ഡ്രോണുകളുമാണ് ഇറാൻ തൊടുത്തത്. 13 മിസൈലുകൾ നശിപ്പിച്ചു, ബാക്കി 4 മിസൈലുകൾ ഭീഷണി പ്രദേശത്തിന് പുറത്തു വീണു. ഇതിനിടയിൽ കുവൈറ്റിന് നേർക്കും ഇറാൻ ആക്രമണങ്ങൾ തൊടുക്കുകയാണ്. ഇസ്രയേലിന് നേർക്ക് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുന്നു. ഇറാനിലെ ശരിയായ ആളുകളുമായി ഞങ്ങൾ സംസാരിക്കുന്നുവെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. എന്നാൽ മറുവശത്ത് അകാലത്തിലുള്ള ഒരു വെടിനിർത്തൽ കൂടുതൽ അപകടങ്ങൾ വിളിച്ചു വരുത്തുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഞങ്ങളിപ്പോൾ ചർച്ചകളിലാണ് എന്ന് ട്രംപ് ആവർത്തിക്കുന്നു. ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ട്രംപ്. ചർച്ചയ്ക്കായി ജാരേദ് കുഷ്നർ, സ്റ്റീവ് വിറ്റ്കോഫ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, വൈസ് പ്രസിഡന്റ് JD വാൻസ് എന്നിവരെ ട്രംപ് നിയോഗിച്ചു. നിലവിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാന് മുന്നിൽ ട്രംപ് അവതരിപ്പിച്ചിരിക്കുന്നത് 15 നിബന്ധനകൾ. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും എല്ലാ യുദ്ധ ലക്ഷ്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഈ 15 നിബന്ധനകൾ. ഇവയെ അംഗീകരിച്ച് ഇത്തരമൊരു വെടിനിർത്തലിലേക്ക് ഇറാൻ കടന്നുവരുമോ എന്ന് ലോകം ഉറ്റുനോക്കുന്നു. ഇറാന് മുന്നിൽ US അവതരിപ്പിക്കുന്ന 15 നിബന്ധനകൾ ഇവയാണ്. ഇറാൻ നിലവിലുള്ള ആണവശേഷികൾ മുഴുവൻ പൊളിച്ചു മാറ്റണം. ഇറാൻ ഇനിയൊരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കില്ല എന്ന് പ്രതിജ്ഞയെടുക്കണം. 3. ഇറാനിയൻ പ്രദേശത്ത് യുറേനിയൻ സമ്പുഷ്ടീകരണം പാടില്ല. ഇറാൻ തങ്ങളുടെ കൈവശമുള്ള 60% സമ്പുഷ്ടമാക്കിയ 450 കിലോഗ്രാം യുറേനിയം അടുത്തു തന്നെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിക്ക് കൈമാറണം. നദാൻസ്, ഇസ്ഫഹാൻ, ഫോർദോ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായി പൊളിച്ചു മാറ്റുക. 6ാമത് നിബന്ധന ഇതാണ്. ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ ഏജൻസിയായ IAEAയ്ക്ക് ഇറാനിൽ പൂർണ്ണ പ്രവേശനവും സുതാര്യവുമായ മേൽനോട്ടവും അനുവദിക്കണം. 7. ഇറാൻ അതിൻ്റെ പ്രാദേശിക പ്രോക്സി മാതൃകകൾ പൂർണ്ണമായി പിൻവലിക്കണം. 8. ഇറാൻ തങ്ങളുടെ പ്രാദേശിക പ്രോക്സികൾക്കുള്ള ധനസഹായം, ദിശായുധം എന്നിവയൊക്കെ പൂർണ്ണമായി നിർത്തലാക്കണം. 9. ഹോർമിസ് കടലിടുക്ക് പൂർണ്ണമായി തുറന്നിടുക. സ്വതന്ത്ര സമുദ്ര ഇടനാഴിയായി അതിനെ പ്രവർത്തിക്കാൻ അനുവദിക്കണം. 10. ഇറാൻ മിസൈൽ പരിപാടിയുടെ പരിധിയും അളവും പൂർണ്ണമായി പരിമിതപ്പെടുത്തണം. പ്രത്യേക പരിധികൾ പിന്നീട് തീരുമാനിക്കും. 11. ഭാവിയിൽ മിസൈലുകൾ ഉപയോഗിക്കുന്നത് സ്വന്തം പ്രതിരോധത്തിന് മാത്രമായി ഇറാൻ പരിമിതപ്പെടുത്തണം. 12. അന്താരാഷ്ട്ര സമൂഹം ഇറാനുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങൾ പൂർണ്ണമായി പിൻവലിക്കും. 13. ബുഷർ ആണവ നിലയത്തിലെ വൈദ്യുതി ഉൽപ്പാദനം ഉൾപ്പെടെ ഇറാന്റെ സിവിലിയൻ ആണവ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അമേരിക്ക സഹായം നൽകും. ഈ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ ഇറാൻ പരാജയപ്പെട്ടാൽ ഉപരോധങ്ങൾ സ്വയമേവ വീണ്ടും ഏർപ്പെടുത്താൻ അനുവദിക്കുന്ന സ്നാപ്ബാക്ക് സംവിധാനം നീക്കം ചെയ്യും. ഇസ്രയേലിൻ്റെ കൂടി അംഗീകാരത്തോടെയാണ് ഇത്തരം നിബന്ധനകൾ ഇപ്പോൾ അമേരിക്ക ഇറാന് മുന്നിൽ വച്ചിരിക്കുന്നത്. എന്നാൽ അമേരിക്കയ്ക്ക് മുന്നിൽ ഇതുവരെ അനുകൂല മനോഭാവം ഇറാൻ പ്രകടിപ്പിക്കുന്നില്ല. ഇറാനെതിരെയുള്ള യുദ്ധത്തിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ കൂടി ചേരുന്നതോടെ ഇറാൻ കടുത്ത സമ്മർദ്ദത്തിലാകും. ഒരുപക്ഷെ അമേരിക്കൻ നിബന്ധനകൾ പൂർണ്ണമായി അംഗീകരിക്കേണ്ട സ്ഥിതിവിശേഷമുണ്ടാകും. ട്രംപിന്റെ വെടിനിർത്തൽ ചർച്ചകൾ എന്ന പ്രഖ്യാപനം ഇറാൻ പരിഹസിച്ച് തള്ളുന്ന മറുവശത്ത് ഇറാനിയൻ സൈന്യത്തിന്റെ ഖദം അൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ വക്താവ് ലഫ്റ്റനന്റ് കേണൽ ഇബ്രാഹിം സോൾഫഹാരി പറയുന്നു, അമേരിക്കൻ പ്രസിഡന്റ് പറയുന്ന കാര്യങ്ങളോട് ഇറാൻ യോജിപ്പില്ല. ഇസ്രയേൽ, കുവൈറ്റ്, ജോർദാൻ, ബഹ്റിൻ എന്നീ രാജ്യങ്ങൾക്കെതിരെ തങ്ങൾ മിസൈലുകൾ പ്രയോഗിച്ചുവെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷനാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഏറ്റവും ഒടുവിൽ കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കിന് നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണം. അയൽ രാജ്യങ്ങൾക്ക് നേരെ ഇപ്പോഴും ക്രൂരമായ ആക്രമണങ്ങൾ തുടരുന്ന ഇറാനെതിരെ യുദ്ധം മാത്രമാണ് പോംവഴി എന്ന് സൗദി അറേബ്യ പറയുന്നത് വെറുതെയല്ല. ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിൽ വൻ തീപിടുത്തമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആളപായമില്ല എന്ന് കുവൈറ്റ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി പറയുന്നു. തങ്ങളുടെ കിഴക്കൻ പ്രവിശ്യയിലേക്ക് വന്ന ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളുമൊക്കെ ഫലപ്രദമായി തടഞ്ഞുവെന്ന് സൗദി പ്രതിരോധ മന്ത്രാലയം പറയുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ ഒരു സമാധാന വേദിയാക്കാനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാൻ തുടരുന്നു. എന്നാൽ പാകിസ്ഥാന്റെ മനോഭാവം അമേരിക്ക സംശയത്തോടെയാണ് നോക്കിക്കാണുന്നത്. US ഇറാൻ ചർച്ചകൾക്ക് ഇസ്ലാമാബാദിൽ വേദിയൊരുക്കാമെന്നാണ് പാകിസ്ഥാന്റെ വാഗ്ദാനം. ലോകരാജ്യങ്ങളെ ഇന്ധന ദുരന്തത്തിലാഴ്ത്തുന്ന ഒരു യുദ്ധ മുന്നേറ്റമാണ് മറുവശത്ത്. എത്രത്തോളം ആഴത്തിലും കരുത്തിലും ഇനി യുദ്ധം മുന്നോട്ട് പോകുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇറാന്റെ ധാർഷ്ട്യത്തിന് മുന്നിൽ യുദ്ധത്തിലൂടെ മറുപടി കൊടുക്കാൻ ഒരുങ്ങുകയാണ് വീണ്ടും ട്രംപ്. വെടിനിർത്തൽ യാഥാർത്ഥ്യമാവില്ല എന്നുറപ്പ്. മറുവശത്ത് ഇറാനെ തച്ച് തകർക്കുക മാത്രമാണ് തങ്ങൾക്ക് മുന്നിലുള്ള പോംവഴിയെന്ന് ഇസ്രയേൽ ആവർത്തിച്ചു പറയുന്നു. ടെഹ്റാനിലെ ഇറാനിയൻ ഭരണകൂട കേന്ദ്രങ്ങൾക്ക് നേരെ ഇപ്പോഴും ആക്രമണങ്ങൾ തുടരുകയാണ് IDF.
മറുവശത്ത് ഇറാനിൽ ഇനി ബോംബുകൾ വീഴാത്ത സ്ഥലമില്ല എന്ന തലത്തിലെത്തി നിൽക്കുന്നു. എന്നിട്ടും പ്രത്യാക്രമണത്തിൻ്റെ മൂർച്ച കുറയ്ക്കാതെ ഇറാൻ. അതാണ് യുദ്ധം ഇത്ര കടുപ്പത്തിലേക്ക് മാറാനുള്ള കാരണവും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.